ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ചെർപ്പളശ്ശേരി നഗരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി പിടിവീഴും. ഇതിനായി നഗരത്തിലെ 37 കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ഇതോടൊപ്പം സംഭരിച്ച മാലിന്യങ്ങൾ നിർമ്മാർജ്ജനത്തിനായി റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ സെന്ററും ആരംഭിച്ചിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് ചെർപ്പളശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളോടെ 4836 ചതുരശ്ര അടിയിൽ റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സെന്ററിൽ എത്തിച്ച് മെഷീനിലൂടെ കടത്തിവിട്ട് ഉണക്കും. തുടർന്ന് വേർതിരിക്കും. ആ അതിദരിദ്ര കുടുംബങ്ങൾ ഓരോരുത്തരും അതിദരിദ്രരാവാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നിർണയിച്ചു. ആ കാരണങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചു. ആ മൈക്രോ പ്ലാൻ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നടപ്പാക്കി. 64,006 137 പേർ ചെർപ്പളശ്ശേരി നഗരത്തിൽ നിന്നായിരുന്നു. ആ 137 പേരെയും നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടാണ് ഇന്ന് അതിദാരിദ്ര്യമുക്ത നഗരസഭയായിട്ട് മാറുന്നത്. ചെർപ്പളശ്ശേരിയിലെ മഞ്ചക്കൽ മുതൽ കാക്കാത്തോട്, കച്ചേരിക്കുന്ന്, ഹൈസ്കൂൾ റോഡ്, ഒറ്റപ്പാലം റോഡ് എന്നിവ ഉൾപ്പെടെ 14 സ്ഥലങ്ങളിലായി 37 CCTV ക്യാമറകളും സ്ഥാപിച്ചു. ഇതോടൊപ്പം അതിദാരിദ്ര്യമുക്ത നഗരസഭയായി ചെർപ്പളശ്ശേരിയെ പ്രഖ്യാപിച്ചു. സർവേയിലൂടെ കണ്ടെത്തിയ 137 ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് അതിദാരിദ്ര്യമുക്ത നഗരസഭ എന്ന നേട്ടം കൈവരിച്ചത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും നഗരസഭ സ്വച്ഛ് അംബാസിഡറുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മുഖ്യ അതിഥിയായി. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ C കമലം, സ്ഥിരം സമിതി അധ്യക്ഷരായ VP ജമീഷ്, KT പ്രമീള, സഫ്ന പാറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.